إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 279 ആയത്ത് പരിശീലനവുമായി ബന്ധപ്പെട്ട് തന്നെ അവതരിച്ച ആയത്തുകളാണിത്. ഫഇൻ ലം തഫഅലു, ഇനി നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, ആ പലിശ ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫഅ്ദനൂ, നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ, ഫഅ്ദനൂ നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ, ബിഹർബിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനം അറിഞ്ഞുകൊള്ളൂ. ബിഹർബിൻ, യുദ്ധം, മിനല്ലാഹി, അല്ലാഹുവിൽ നിന്നുള്ള ഒരു യുദ്ധം നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ. വറസൂലി, അവന്റെ റസൂലിൽ നിന്നുമുള്ള, അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിനുമുള്ള ഒരു യുദ്ധപ്രഖ്യാപനം നിങ്ങൾ അറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കുന്നതെന്ന് പറഞ്ഞാൽ, പലിശയിൽ നിന്നും വിട്ടുനിന്നില്ല എങ്കിൽ അല്ലാഹുവും അവന്റെ റസൂലും ഈ പറയുന്ന പലിശക്കാരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിന്റെ കാഠിന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ആയത്ത് അവതരിപ്പിച്ചത്. ഇതാണ് അതിന്റെ അകപ്പൊരുൾ. വഇൻ തുബ്തും, ഇനി നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ, ഫലക്കും, അപ്പോൾ അവർക്കുണ്ട്, റൂസു അംവാലിക്കും, അവരുടെ മുതലിന്റെ റൂസ്, തല അവർക്കുണ്ട് എന്ന് പറഞ്ഞാൽ ആ മൂലധനം അവർക്ക് എടുക്കാവുന്നതാണ്. അതേസമയം പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട മുഴുവൻ പലിശയും അവർ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞുപോലെ ഉപേക്ഷിച്ചു കളയേണ്ടതാകുന്നു. ലാ തദ്ലിമൂന, നിങ്ങൾ അക്രമം ചെയ്യരുത്. വലാ തുദ്ലമൂൻ, നിങ്ങൾ അക്രമിക്കപ്പെടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആക്രമിക്കാനോ ആക്രമിക്കപ്പെടാനോ പാടില്ല എന്ന് പറഞ്ഞാൽ അനീതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. നീതിപൂർവമായിരിക്കണം എല്ലാ ഇടപാടുകളും നടത്തേണ്ടത് എന്നാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പലിശയിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ നിർബന്ധ കടമയാകുന്നു. അത്രയും ഭയാനകമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ കൂടി വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എത്ര കഠിനമായ ശിക്ഷയാണ് അതിന്റെ പിന്നിൽ അല്ലാഹു തആല ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ ഇരുലോകവും നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പലിശയിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ നാം പരിശ്രമിക്കേണ്ടതാണ്. ഒരിക്കലും അതുമായി ബന്ധപ്പെടാൻ പാടില്ല. അതുമായി ബന്ധപ്പെട്ട് ശീലിക്കാനുള്ളത് സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ തന്നെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.